ഇറാനുമായുള്ള യുദ്ധത്തിനിടയ്ക്ക് ഇസ്രായേലിന്റെ ഒരു വമ്പൻ നടപടി പുറത്തു വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നടപടി സൈന്യവുമായി ഇസ്രായേൽ ലെബനനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലും ഹിസ്ബുള്ളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഇന്ന് ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സൈന്യം തെക്കൻ ലെബനനുള്ളിൽ നേരിട്ട് സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്കൻ ഇസ്രായേലിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് സുരക്ഷിതമായി തുടരാൻ കഴിയുന്ന തരത്തിൽ അതിർത്തിയിലെ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഹിസ്ബുള്ള ആക്രമണങ്ങൾ തടയുകയും ചെയ്യുക എന്നതാണ് ഈ പ്രവർത്തനത്തിന് പിന്നിലെ പ്രധാന തന്ത്രം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 2024 വെടിനിർത്തലിന് ശേഷം ലെബനൻ അതിർത്തിയിലെ 5 പ്രത്യേക സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈനികർ ഉണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത. എന്നാൽ ഇപ്പോൾ സ്ഥിതി ഗുരുതരമായതിനാൽ അവർ അവിടെ സുരക്ഷാ ഉപകരണങ്ങളും ആയുധങ്ങളും ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ അതിർത്തി കൂടുതൽ അക്രമാത്മകമായി സംരക്ഷിക്കുന്നതിനായി ഇസ്രായേൽ ഇപ്പോൾ ലെബനനുള്ളിൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. മറുവശത്ത് ലെബനീസ് തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയും ഇപ്പോൾ ഇസ്രായേലി ആക്രമണങ്ങൾക്കെതിരെ പ്രത്യാക്രമണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ലെബനനിലെ ബെയ്റൂട്ട് പോലുള്ള നഗരങ്ങളിൽ ബോംബാക്രമണം നടത്തിയതിന് പ്രതികാരമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ സൈനിക വ്യോമത്താവളങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചു. ഇത് മാത്രമല്ല, ഗോലാൻ കുന്നുകളിലെ ഇസ്രായേലി സൈനിക താവളങ്ങൾക്ക് നേരെ റോക്കറ്റുകൾ പ്രയോഗിച്ച് വലിയ നാശനഷ്ടം വരുത്താനും അവർ ശ്രമിച്ചു. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേലി നടപടിയോട് വലിയ രീതിയിൽ ആക്രമണാത്മകമായി പ്രതികരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഈ സമയത്ത് പിന്മാറാൻ ഇസ്രായേൽ സർക്കാർ തയ്യാറായിട്ടില്ല. അതിർത്തിയിൽ ഉയർന്ന സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രദേശവാസികളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടില്ല. എന്നിരുന്നാലും ആക്രമണ സാധ്യത കണക്കിലെടുത്ത് മുഴുവൻ പ്രദേശവും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെതന്യാഹു സർക്കാരിന്റെ ആക്രമണാത്മക നിലപാടുകളും മറുവശത്തുള്ള ഹിസ്ബുള്ളയുടെ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളും കാരണം സ്ഥിതി കൂടുതൽ വഷളായിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാരണം മുഴുവൻ മിഡിൽ ഈസ്റ്റും വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇസ്രായേൽ ലെബനനിലേക്ക് കടന്ന ഈ ഒരു സാഹചര്യത്തിൽ ലെബനനിലെ ജനങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് പറഞ്ഞ് പരിതപിക്കുന്ന പല മാധ്യമങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല പ്രോ ഇറാനിയൻ മാധ്യമങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇത്തവണ ഹിസ്ബുള്ളയുടെ അന്ത്യം കണ്ടതിന് ശേഷം മാത്രമേ ഇസ്രായേൽ തിരികെ വരൂ എന്നുള്ളതാണ് IDF പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.